കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച കാണാൻ പോകുന്ന നമ്മൾ കുറച്ച് സംഭവ ബഹുലമായ കുറച്ച് നിമിഷങ്ങളൊക്കെയാണ്. കാരണം ഇത്രയും കാലം പ്രതാപന് വലിയൊരു കള്ളത്തരം ചെയ്തിട്ട് മാധവ മേനനെ ഇല്ലാതാക്കിയിട്ട് അങ്ങനെ സുഖിച്ച് പൊന്നുമടത്തിൽ കൂടെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ പൊന്നുമടം സ്വന്തമാക്കാന്നുള്ള പ്രതാപന്റെ എല്ലാ ചിന്തകൾക്കും അല്ലെങ്കിൽ എല്ലാ തന്ത്രങ്ങൾക്കും തിരിച്ചടിയായിട്ട് അങ്ങനെ ഒരു പ്രശ്നവെപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ പ്രതാപന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കുകയാണ് സേതുവും പൂർണ്ണിമ എല്ലാരും കൂടെ ചേർന്നിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രാജലക്ഷ്മിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ഇന്ദ്രൻ ഞങ്ങളുടെ കോളേജിലേക്ക് പോവാണ്. ഈ സമയം രാജലക്ഷ്മി മനസ്സിൽ പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ എന്റെ മോനെ കാത്തോണേ, എത്രയും പെട്ടെന്ന് തന്നെ ആ പല്ലവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നീ കാത്തോണേ. കാരണം എന്റെ മോന് സുഖമാകണമെങ്കിൽ പല്ലവി ഇങ്ങോട്ട് വന്നേ മതിയാവുള്ളൂ. അവള് വന്നില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല. ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തില അന്ന് കോളേജിലേക്ക് പോണേ. ഇന്ന് പല്ലവിനെ താൻ കാണും. താൻ പറയ തൻ്റെ കൂടെ അവൾ വന്നില്ലെങ്കിൽ അവളെ തനിക്ക് അനുസരിപ്പിക്കാൻ അറിയാം. അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ഈ സമയം രാവിലെ തന്നെ പല്ലവിയും കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങണം. അപ്പൊ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പൂർണിമ നിരിച്ചു, അല്ല മോൾക്ക് പേടിയുണ്ടോന്ന് ചോദിക്കാം. എന്തിന്? എനിക്കൊരു പേടിയില്ല പൂർണിമാമെന്ന് പറയണം. ഞാനിതിനെ പേടിക്കണമെന്ന് ചോദിക്കാം. എന്ത് വന്നാലും ഇതേ പൂർണിമാമയുണ്ട്, സേതുവേടനുണ്ട്, എല്ലാവരും എന്നോടൊപ്പം ഉണ്ടല്ലോ, പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയാം. ഇത് കേട്ടോണ്ട് സേതു അങ്ങോട്ട് വന്നേ. സേതു പറഞ്ഞു, അതെ ധൈര്യമായിട്ട് പൊക്കോളാൻ പറയണം, ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയണം. ശരിയെന്നും പറഞ്ഞിട്ടാണ് പല്ലവി കോളേജിലേക്ക് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പല്ലവി പോയെങ്കിലും അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിലും പല്ലവിയുടെ മനസ്സിലൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ ചെന്ന് കഴിയുമ്പോഴാണ് പല്ലവി ആ കാര്യം അറിയുന്നത്. കാരണം കോളേജിലെ ക്യാൻറ്റീനിലേക്ക് ഒരു കോൺട്രാക്ട് അതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ആളെ വേണമെന്നുള്ള കാര്യം പിന്നീട് പല്ലവി സേതുവിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ്. സേതുട്ട കോളേജ് ക്യാൻറ്റീനിലേക്ക് ആളെ വേണം, ഒരു കോൺട്രാക്ട് ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് എന്തുകൊണ്ട് അവിടെ കയറിക്കൂടാ, ഇത് നല്ലൊരു പറ്റിയ അവസരം തന്നെയാണ്. കാരണം ഇന്ദ്രനെ പഞ്ഞിക്കിടാൻ പറ്റിയ ഒരു അവസരം ഇത് തന്നെയാണ്. അല്ലെങ്കിൽ തനിക്ക് കോളേജിലേക്ക് അല്ലാതെ ഒരു കാരണവശാലും കയറി ചെന്ന് പറ്റില്ല. ഇപ്പം ഇന്ദ്രൻ അവിടെ ഉണ്ടെങ്കിൽ തനിക്ക് അവിടെ ആ കോളേജ് ക്യാൻറ്റീൻ താൻ അവിടെ ഉണ്ടെങ്കിൽ തനിക്കൊരു കുഴപ്പമില്ല. പല്ലവിയുടെ മേലെ തൻ്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവും. അതൊരു നല്ല കാര്യമാണെന്ന് തോന്നുവാണ്. പിന്നീട് സേതു കോളേജിലേക്ക് വരുന്നുണ്ട്. പ്രിൻസിപ്പളിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുവാണ്. എല്ലാം പറഞ്ഞ് അവസാനം കോളേജ് ക്യാൻറ്റീൻ്റെ കോൺട്രാക്ട് അങ്ങനെ സേതു ഏറ്റെടുക്കുക. പിന്നെ സേതുവിന് വല്ലതും നോക്കാനുണ്ടോ? സേതു അങ്ങനെ അങ്ങോട്ട് ക്യാൻറ്റീനിലേക്ക് അങ്ങ് പോവാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഇന്ദ്രനോട്ട് അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിലെ വിചാരം എന്താ, സേതു ഇങ്ങോട്ട് വരത്തില്ല, അവളുടെ രക്ഷയ്ക്ക് വരത്തൊന്നും ഇല്ലാന്നായിരുന്നു. അങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് പല്ലവി ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് ഇന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. പല്ലവിക്ക് ആദ്യം ഒരു പകപ്പുണ്ടായിരുന്നില്ല. പിന്നീട് പല്ലവി അതൊന്നും മൈൻഡ് ചെയ്തില്ല. പല്ലവി പതിവ് പോലെ തന്നെ ക്ലാസ് എടുത്തു. ക്ലാസ് ഒക്കെ എടുത്ത് കുറെ സമയം കഴിഞ്ഞപ്പോ ഇന്ദ്രൻ അവിടെ ഇരുന്ന് ഓരോ കമന്റുകളൊക്കെ പറയാൻ തുടങ്ങി. പല്ലവി അതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം ഇന്ദ്രനോടൊപ്പം ചേരാനായിട്ട് സ്വാതി ഉണ്ടായിരുന്നു. സ്വാതിക്കാണെങ്കിൽ ഇന്ദ്രനെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും പല്ലവിക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു. പല്ലവി സ്വാതിയോട് പറഞ്ഞു, അതെ മര്യാദയ്ക്ക് ക്ലാസ് ഇരിക്കാവുന്നവരൊക്കെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ക്ലാസ്സിന് പുറത്താക്കുമെന്ന് പറയാം. ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ ടീച്ചറെ? അതെ കുട്ടികളാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും അല്ലെങ്കിൽ കോളേജല്ലേ, എപ്പോഴും ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുമോ? ഇച്ചിരി തരികയുടെ പരിപാടികളൊക്കെ പിള്ളേർ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവിനെ വെറുതെ അങ്ങോട്ട് ചൂട് പിടിപ്പിക്കണം. പല്ലവി സ്വയം നിയന്ത്രിച്ചു. കാരണം ഇവിടെ താൻ ഇങ്ങനെ രോഷകുലയായിട്ട് കാര്യമില്ല. ഇവരെ പ്രശ്നം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചാലും താനിത് ഒഴിഞ്ഞു മാറി നിൽക്കണമെന്ന് പല്ലവിക്ക് അറിയായിരുന്നു. പിന്നീട് പല്ലവി എന്ത് ചെയ്യണം, ഒന്നും മിണ്ടാതെ ക്ലാസ് കൊടുന്നു. പക്ഷെ എന്നാലും ഇന്ദ്രന്റെ ആ ഒരു കുരുപ്പതരമൊക്കെ ഇന്ദ്രൻ അവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. പിന്നീട് പല്ലവി ക്ലാസ് എടുത്തിട്ട് അങ്ങോട്ട് സ്റ്റാഫ് റൂമിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇന്ദ്രൻ മനസ്സിൽ കയറി, ഇവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ, ഇവിടെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, തന്റെ ഭാര്യയല്ലേ ഇവള്. പിന്നീട് അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് പല്ലവി വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. ആ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. ഇന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, ആഹാ പല്ലവി ടീച്ചർ പോകാൻ ഇറങ്ങുവാണ്? അതെ എന്റെ കൂടെ വരാന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, വേണ്ട ഞാൻ പോയിക്കൊള്ളാന്ന് പറയണം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ടീച്ചറെ ശരിയാവുന്നേ? ഒന്നുമല്ലേലും ഞാൻ ഭർത്താവല്ലേ. ഇവിടെ കോളേജ് നമ്മള് ടീച്ചർ സ്റ്റുഡന്റും ഒക്കെ ആയിരിക്കും, പക്ഷെ നിയമപരമായിട്ട് ഇപ്പോഴും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ. ബാ എന്റെ കൂടെ വരാൻ പറയാണ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, വേണ്ടെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കണം. ഓഹോ അതെന്താ, നിനക്ക് എന്റെ വണ്ടിയെ കയറിയാല്? ഓ നിനക്ക് ആ സേതുവിന്റെ വണ്ടിയെ മാത്രം കയറാൻ പറ്റുള്ളൂ അല്ലേന്ന് ചോദിക്കണം. പല്ലവൻ ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അനാവശ്യം പറഞ്ഞല്ല, ഉള്ള കാര്യമല്ലേ പല്ലവി ടീച്ചറെ ഞാൻ പറഞ്ഞേ. മര്യാദയ്ക്ക് എന്റെ വണ്ടിയെ വന്ന് കയറിക്കോളാൻ പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞേ, എടി പോടി എന്നൊക്കെയുള്ള വിളി അതവിടെ, ഇത് കോളേജാണ്. ഞാൻ നിന്റെ
ടീച്ചറാണ് ആ ഒരു ഓർമ്മ വേണമെന്ന് പറയണം. എന്നാ പല്ലവി ടീച്ചർ അങ്ങോട്ട് വന്ന് കയറിയാട്ടെ എന്ന് പറയണം. പല്ലവി പറഞ്ഞു നീ പോകുന്നുണ്ടെന്ന് ചോദിക്കുക, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു. പല്ലവി അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഉയർത്തി കഴിഞ്ഞപ്പോഴത്തേന് സേതു എന്ത് ചെയ്യണം, ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ കത്തി എടുത്തിട്ട് അങ്ങോട്ട് പല്ലവിനെ കഴുത്തിനും കുത്തിപ്പിടിച്ചിട്ട് കത്തി അങ്ങോട്ട് വെക്കാൻ തുടങ്ങണം. പല്ലവിക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. പിന്നീട് നടന്ന ഇന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. സേതു അങ്ങോട്ട് പാഞ്ഞു വന്ന് ഇന്ദ്രനെ പഞ്ഞിക്കെടുത്ത് ഒരുമിച്ചായിരുന്നു. അത്ര ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സേതു ക്യാൻറ്റീനിൽ ഉണ്ടെന്നുള്ള കാര്യം ഇന്ദ്രനെ അറിയത്തില്ലല്ലോ. പിന്നീട് അവിടെ ഒരു സമകാര താണ്ഡവം തന്നെ സേതു നടത്തുവാണ്. അങ്ങനെ ഇന്ദ്രനെ അവിടെ വലിച്ചഴയ്ക്കുവാണ്. പല്ലവിക്ക് അപ്പോഴാണ് ശരിക്കും ശ്വാസം നേരെ വീണേ. ഒരു നിമിഷം പല്ലവി ഒന്ന് പകച്ചു പോയിട്ടുണ്ടായിരുന്നു. കാരണം അവനെ കത്തി വെച്ച് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ താനിപ്പം ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു. പിന്നീട് അവനെ വലിച്ചഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സേതു പറഞ്ഞു, മേലാല് ദേ ഇമാതിരി പരിപാടിയായിട്ട് നീ കോളേജിലേക്ക് കയറിയുണ്ടല്ലോ, നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കുന്നൊക്കെ പറയണം. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? നീ ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ട് അങ്ങനെ അങ്ങ് വിലസാന്നോ? എടാ നീ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ക്യാൻറ്റീൻ ജീവനക്കാരനായിട്ട് വന്നിട്ടുണ്ടാ. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? പല്ലവിയുടെ മേലെ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവും. നിനക്ക് അവളെ തൊടാൻ പോലും പറ്റില്ലെന്ന് പറയണം. ഇതിനേക്കാളും വലിയൊരു തിരിച്ചടി ഇന്ദ്രനെ കിട്ടാനില്ലായിരുന്നു. ഇന്ദ്രൻ ആകെപ്പാടെ നാണം കെട്ട് തല കുണിച്ചിട്ടാണ് അവിടെ ഇറങ്ങുന്നത് എല്ലാവരുടെയും മുന്നിൽ കൂടെ. സ്വാതി ഇത് കണ്ടു. സ്വാതിക്ക് മനസ്സിലായി തനിക്കൂടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും അയാളുടെ കയ്യിൽ നിന്ന് തനിക്കൂടെ കിട്ടുമെന്നുള്ളത്. സ്വാതിയും പെട്ടെന്ന് പേടിച്ച് പറിച്ചു പോവാണ്. പിന്നീട് സേതു അങ്ങോട്ട് വന്ന് പല്ലവിയോട് പേടിച്ചു പോയെന്ന് വെക്കും. ഓയ് ചെറുതായിട്ട് സാരമില്ല, ഞാൻ പറഞ്ഞല്ലോ എന്തിനു വേദന എപ്പോഴാളും ഞാൻ വരും, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അച്ഛൻ്റെ കാര്യങ്ങളും കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വെപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർണിമ എന്ത് ചെയ്യണം, പ്രശസ്തനായൊരു ജ്യോതിഷ പണ്ഡിതനെ വിളിക്കുന്നുണ്ട്. കൈപ്പശ്ശേരി ഗോവിന്ദ പണിക്കരെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ ജ്യോതിഷൻ അങ്ങോട്ട് വരുവാണ്. ജ്യോതിഷം വന്ന് പ്രശ്നങ്ങളൊക്കെ വെക്കാനായിട്ടാണ് ഗോവിന്ദൻ വരുന്നത്. അങ്ങനെ പ്രശ്നം വെക്കാനായിട്ട് അയാൾ അങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ അയാൾക്ക് അവിടുത്തെ കുറച്ച് അനർത്ഥങ്ങളൊക്കെ മനസ്സിലാവണം. അപ്പോൾ മാധവമേനന്റെ മരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള മരണം അല്ലല്ലോ. കാരണം ഗുളിയെ കൊടുത്ത് അയാളെ ഇല്ലാതാക്കി തന്നെ പ്രതാപനാണ്. അത് പക്ഷെ പ്രതാപന് മാത്രമേ ആ രഹസ്യം അറിയത്തുള്ളൂ, പുറത്ത് ആർക്കും അറിയത്തില്ല താനും. പിന്നീട് മാധവമേനൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പ്രതാപനും കുറുപ്പമാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ജോലിസിന് അങ്ങോട്ട് പ്രശ്നം വെക്കാനുണ്ട്, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പ്രതാപനും കുറുപ്പമാനും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ പല്ലവിയും സേതുവും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അയാൾ വന്നു. അങ്ങനെ അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ പറഞ്ഞു, അതെ ഇവിടെ അച്ഛൻ്റെ കല്യാണമാണ് ഇനി വരാൻ പോന്നെ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് പ്രശ്നം വെച്ച് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാ വിളിപ്പിച്ചെന്നൊക്കെ പറയണം. എല്ലാം കേട്ടിച്ചപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഞാൻ രാശിപ്പലകൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കബഡിയൊക്കെ നിരത്തി നോക്കുവാണ്. അങ്ങനെ കബഡിയൊക്കെ നോക്കാനായിട്ട് വിളക്കങ്ങ് കത്തിച്ചു വെച്ച് കഴിയുമ്പോഴത്തേനും വിളക്ക് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുപോവാണ്. നിലവിളക്ക് ദുശകരമാണ് കണ്ടത്. അപ്പൊ തന്നെ അയാൾക്ക് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന്. പിന്നീട് അയാള് പ്രശ്നം വെച്ച് നോക്കിയിട്ട് വന്നത് ഇവിടെ ഒരു ദുർമരണം നടന്നിട്ടുണ്ടല്ലോ എന്ന് പറയണേ. ഇത് കേട്ടും പൂർണ്ണിമ ഇവിടെ ദുർമരണമൊന്നും നടന്നിട്ടില്ല. അതെ എന്റെ ഭർത്താവ് മാധവേട്ടൻ മരിച്ചിട്ട് ഒത്തിരി നാളൊന്നും ആയില്ലെന്ന് പറയണം. അല്ല അയാൾ മരിച്ച എങ്ങനെയാന്ന് ചോദിക്കണം. അറ്റാക്ക് വന്നാ മരിച്ചെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ അവിടെ കാണിക്കുന്നു പറയാണ്. അങ്ങനെ അല്ലേന്ന് ചോദിക്കണം. അല്ല അതൊരു ദുർമരണമായിട്ടാ കാണിക്കണേ. ഇത് കേട്ടത് എല്ലാവരും ഒരു നിമിഷം ഞെട്ടുവാണ്. പ്രതാപന്റെ ചങ്കുന്ന കാളി. പ്രതാപന് അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. കാരണം ആ ആത്മാവിന് ഇതുവരെയായിട്ടും മോക്ഷം കിട്ടാതെ അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് പറയാണ്. അതിന് മോക്ഷം കിട്ടിയിട്ടില്ല, ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ലെന്ന് പറയാണ്. പിന്നീട് പ്രതാപനോർത്തു തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഇയാൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്റെ കള്ളത്തരമൊക്കെ പൊളിയോ, താനാ ഇനിയിപ്പം ആ മാധവനെ ഇല്ലാതാക്കിയെന്നുള്ള സത്യമൊക്കെ അറിയുമോ എന്നൊരു ടെൻഷനും ഉണ്ടായിരുന്നു പ്രതാപന്റെ മനസ്സിനറിയാം. പിന്നീട് അയാൾ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് ഇനി പരിഹാരം ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കാം, അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പിന്നീട് പണിക്കര് പറഞ്ഞു, അതെ ഇതിനെന്തായാലും പ്രതിവിധി ഉണ്ട് നോക്കാന്നൊക്കെ പറയണം. അങ്ങനെ അയാൾ അകത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരുന്ന മാധവമേനന്റെ ഫോട്ടോ തനിയെ താഴേക്കൊക്കെ ചാടുവാണ്. ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു നിമിഷം ഞെട്ടി പോകുന്നുണ്ട്. എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിനുശേഷം പുള്ളിക്കാരൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നപോലെ ചെയ്യണം എന്നൊക്കെ. പിന്നീടാണ് പല്ലവിനെ ശ്രദ്ധിച്ച് പല്ലവിനെ അങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചു. പല്ലവിയുടെ തലയെ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് പല്ലവിയോട് പറഞ്ഞു, ഒരു കുടുംബം നോക്കാനായിട്ട് പ്രാപ്തിയാണ് നീ, ഒരു കുടുംബത്തെ നയിക്കാന് ഹെൽപ്പുള്ള പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് പല്ലവിയോട് പറയുന്നുണ്ട്. കാരണം ആ കുടുംബത്തെ പൊന്നുമടത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ഇനി സേതുമാധവന്റെ ഭാര്യയായിട്ട് പല്ലവിയാണ് വരാൻ പോകുന്നത്. അപ്പൊ അത് അയാൾക്ക് നന്നായിട്ട് അറിയാം, അയാൾക്കത് മനസ്സിലായ കാര്യമാണ്. പിന്നീട് പല്ലവിനെ അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്.
അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നു. ഇനി എന്തായി തീരും അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, പ്രതാപന് ചീട്ട് കീറിയേ തന്നെ. ഇനിയിപ്പം ഇത്രയും കാലം മൂടി വെച്ച രഹസ്യം എത്ര കാലം കഴിഞ്ഞാലും സത്യം പുറത്തു വരുമെന്നല്ലേ പറഞ്ഞേ. ഒത്തിരി കാലം അങ്ങനെ മൂടി വെക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ആ സത്യം അങ്ങോട്ട് പുറത്തു വരാൻ പോവാ. പ്രതാപനാണ് ഇതിന്റെ പിന്നില്. കാരണം ദുർമരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരാ എന്തിനു വേണ്ടി ചെയ്തേന്നാവും. അവസാന നിമിഷം പ്രതാപനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ പ്രതാപൻ അറിയാതെ ഇതൊന്നും സംഭവിക്കില്ലെന്ന് സേതുമാധവനും കുറുപ്പമ്മാവനും ഒക്കെ മനസ്സിലാവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.